നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. എനിക്ക് അകത്തേക്ക് വരാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനു അനുവാദം ചോദിക്കണമല്ലേ? എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതിന് ഞാൻ നിങ്ങളെ കാണാൻ മാത്രമാണ് വന്നത്. അല്ല, വീട്ടിൽ വന്ന ഒരാളോട് ഒന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. രാജ് പ്ലീസ്, ഇവിടെ ആരുമില്ല, നിങ്ങൾ പുറത്തു പോണം. അത് ശരി, വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ പുറത്തു പോകണമെന്നോ? എന്താണ് ഈ പറയുന്നത്? ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാനൊരു മണൽത്തരിയോളം ആയിക്കൊള്ളട്ടെ. രാജ്, ഞാൻ യെസ്, സംശയിക്കേണ്ട. നിങ്ങൾ കത്തുകൾ അയച്ചുകൊണ്ടിരുന്ന രാജ് തന്നെയാണ് ഞാൻ. നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത, കത്തുകളിലൂടെ മാത്രം സ്നേഹിച്ച രാജ് മേനൻ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പ്ലീസ്, എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്. അയ്യോ, മനോജ് ആയിരിക്കും. ചെന്ന് വാതിൽ തുറക്ക്. ഭാവന, രാജ് പ്ലീസ് കൂൾ. പ്ലീസ്. പേടിക്കാതെ ചെല്ലു, ഒന്നും സംഭവിക്കില്ല. ഭാവന, ഭാവന, ഭാവന തുറന്നേ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാനോ? ആ, അല്ല, നീ ആരോടോ സംസാരിക്കുന്ന പോലെ പുറത്തുനിന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലോ. അതൊന്നുമില്ല, വെറുതെ പുസ്തകം വായിച്ചതാ. ഇത്ര ഉറക്കിയോ? മനോജ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ ഫോട്ടോ എടുക്കാം. ആ പോ. മായ, രാജ്, ദേവി ഇത് ഇവിടുന്ന് പോ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത് രാജ്. ഹേയ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കാം. വിളിക്കേ. നോ രാജ്, പ്ലീസ്. മനോജിന് ഇതൊന്നും അറിയില്ല. പ്ലീസ് രാജ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്, നിങ്ങൾ എന്നും എന്റെ ഉള്ളിലുണ്ടാവും. ദേവി ഇതിപ്പോ പോ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ ഇനിയും വരും. കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇനി നീ ഇല്ലാതാവില്ല. നോ രാജ്, നോ രാജ്, വേണ്ട പ്ലീസ്. ഓ, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഞാൻ മറ്റൊരിക്കൽ വരാം. വരട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നത് അത്ര സീരിയസ് ആയി കാണേണ്ട അസുഖമൊന്നുമല്ല. ഞാനും മനോജും അടക്കം മിക്കവാറും എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ പെരുമാറുമ്പോഴോ, പറയുന്നത് മുഴുവൻ മുന്നിൽ മറ്റാർക്കും കാണാൻ കഴിയാതെ നിൽക്കുന്ന ആ അരൂപിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലെ ആകുമ്പോഴോ? സത്യമാണ് ഡോക്ടർ, ആ സമയത്ത് ഒരുമാതിരി മോണോ ആക്ട് കാണിക്കുന്ന പോലെയായിരുന്നു ഭാവനയുടെ പെരുമാറ്റം. അതിനുശേഷം വളരെ സാധാരണം, അങ്ങനൊരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള മട്ട. ഒരിക്കൽ രഹസ്യമായിട്ട് ഞാൻ അവളൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് അവളെയാണ് ചികിത്സിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോ അവളാകെ വയലന്റായിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ? എത്ര നാളായി കാണും? മകള് മരിച്ചതിന് ശേഷം. അതിനുശേഷം മിസ്സിസ് ഇങ്ങനെയായിരുന്നോ എപ്പോഴും? അല്ല ഡോക്ടർ, ആദ്യമൊന്നും അവൾ ആരോടും മിണ്ടുമായിരുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഫോണിലൂടെ സംസാരിച്ചിരുന്നത് അവളുടെ ഒരു കൂട്ടുകാരിയോട് മാത്രമായിരുന്നു. അപ്പം മാത്രമാണ്
ഞാൻ അവളെ ഇത്തിരിയെങ്കിലും സന്തോഷത്തോടെ കണ്ടിട്ടുള്ളത്. പിന്നെ പിന്നെ ആ വിളികളും ഇല്ലാതായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നു മുതൽ നിങ്ങൾ തികച്ചും സാധാരണ മട്ടിൽ ഭാര്യയോട് ഇടപഴകണം. ഐ മീൻ, വിവാഹം കഴിച്ച സമയത്ത് എത്രത്തോളം സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടിയാണോ അവരോട് നിങ്ങൾ പെരുമാറിയിരുന്നത്, അതേ ഇൻറ്റൻസിറ്റിയോടെ. എന്നിട്ട് നമുക്ക് നോക്കാം. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 3 പേർക്കും കൂടെ ഒരു മീറ്റിംഗ് വേണം. ഒരു ഡോക്ടറായിട്ട് വേണ്ട, ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. ഇതിലുണ്ടല്ലോ. അതെ, നിങ്ങൾ ഇന്നും ഓട്ടം പോണില്ലേ? ആ സാധനം അവിടെ കിടന്ന് തുരുമ്പെടുത്തുന്ന ആശാവൂട്ടാ. എന്തുട്ടാ അത്? ഡാ, കൊറേ നേരം എഴുത്തും വായന തുടങ്ങിയിട്ട് നീ എന്താ വല്ല PS എഴുതാൻ പോണ്ടാ? ഒന്നും മിണ്ടാണ്ടിരിക്കടി. ലിബിളിയൻ, ആ ഇതില് 3 സ്ഥലത്ത് ബാൽക്കണി എന്ന് പറയണ്ടിട്ടാ. അതെയാ? ഒരു വരി എന്തിട്ടെന്നറിയോ? വീട്ടിലൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോ ഞാൻ ഫ്ലാറ്റിന്റെ ബാൽക്കണി ഇറങ്ങി വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്തുട്ടാ വരി? അളിയോ, അപ്പൊ ഫ്ലാറ്റിലാണ് ആള് താമസട്ടാ. അല്ല, നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയണേ? ആളിയാൻ കെട്ടപ്പോടെ പെണ്ണിനെ പറ്റിയെന്ന്. എന്തുട്ട്? അളിയൻ പറഞ്ഞ നേരടി. ഒരെണ്ണം ചത്തതിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴേ അടുത്ത ഇടാകൂടം. നിനക്കിത് എന്തിന്റെ കേടാ? ഡീ, ഇത് ആളിയനെ തേടി ഇങ്ങോട്ട് വന്ന കേസാണട്ടാ. ആളിയനെ മാത്രം പ്രേമിക്കണ ഒരു പെണ്ണ്. അവളുടെ അഡ്രസ് ഉണ്ട് അതില്? ഇല്ല. അപ്പൊ തട്ടിപ്പാവൂട്ടാ. അത് പേടിച്ചിട്ട് എഴുതാത്തണ്ട്. അവളുടെ അഡ്രസ്സും തേടി പിടിച്ച് പങ്കെടു ചെന്നാ ഭർത്താവിന്റെ മുമ്പ് അവള് കൂടുങ്ങലടി. ആ, നീ ഒന്ന് പോയേ. എന്റെ അവണം കാട്ടി ചാത്ത അപ്പൊ അവള് സെക്കൻഡ് ഹാൻഡ് ആണ്. അതിപ്പോ ഇവനും അങ്ങനല്ലേ? രാജാ, ഇത് അലമ്പാവൂട്ടാ. നീ നിന്റെ അവണാങ്കാട്ട് ചാത്തനും കൂടി ഇത് പരസ്യക്കണ്ടിരുന്നാ മതി. എന്റെ സംശയം നിനക്കിപ്പോ വട്ടായോന്നുള്ളതാ. രാജനറിയോ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഭ്രാന്തിയും മറ്റു ചിലപ്പോ വിഡ്ഢിയുമാണെന്ന് തോന്നുന്നു. ശരിയാണ്, പ്രണയം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിയും ആക്കും. നേരെ പെങ്ങളെ, പ്രേമം ഒരു വേള ഒരാളെ വിട്ടിയും ഭ്രാന്തിനും ആക്കും. അത് ഉച്ചവെയിലിനെ നിറനിലാവാക്കും, രാത്രികളെ നിർനിദ്രമാക്കും, ഏതാൾക്കൂട്ടത്തിലും ഒരാളെ ഏകാക്കിയാക്കും. വല്ലപ്പോഴും കിട്ടുന്ന കൊട്ടേഷൻ ചെയ്ത് മാന്യായിട്ട് ജീവിച്ചോണ്ടിരുന്ന ചെക്ക നിക്കണത് ഇപ്പണ്ടാ. അവന്റെ ഒരു പ്രേമവും പ്രേമലേഖനം കാണിച്ച് തരണ്ട എല്ലാത്തിനും ഞാൻ. ആഹാ, അളിയാതെ അവള് നിന്റെ കത്തലെടുത്തിട്ട് പോണണ്ടേട്ടാ. അവന്റെ ഒരു പ്രേമവും ഉണ്ടാകട്ടെ, കത്തിച്ചോടണ്ടല്ല ഞാൻ. കാണിച്ച് തരണ്ട നിന്നെ. കാര്യം ഒരു കത്തുണ്ട്. ഇങ്ങടാ അളിയാ, അളിയനുള്ള കത്താണ് കേട്ടാ. അവളുടെ ആയിരിക്കും. തകട് പിടിച്ചേ. പ്രിയപ്പെട്ട രാജന്, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ രാജൻ എഴുതുന്ന അവസാന കത്തായിരിക്കും. പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ എന്നെ പിരിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജിനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. ഗുഡ് ബൈ, മായ.